പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം യെശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകണം എന്നാണ്. അതിനുള്ള വഴിയാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ആസ്വദിക്കാൻ കഴിയും. എന്താണ് നാം അനുസരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവം നൽകിയ കൽപ്പനകൾ, അവയാണ് നാം അനുസരിക്കേണ്ടത്. ലോകത്തോടുള്ള നമ്മുടെ അതിയായ ആഗ്രഹം മൂലം വചനം പാലിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ദൈവത്തിൻ്റെ വചനം കഠിനമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം വർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 4 തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും നമ്മുടെ പിതാവായ ദൈവം നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെടുകയില്ല. നമ്മുടെ ആത്മ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ ഈ തിന്മ നിറഞ്ഞ യുഗത്തിൽ ലോകത്തോടുള്ള മൈത്രി അനുസരിച്ച് നമ്മുടെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ നമ്മുടെ ആത്മരക്ഷ നടക്കുകയില്ല. നമ്മുടെ ആത്മരക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്നത് പാപങ്ങളാണ്. അതാണ് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:21 തിരുവചനം പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. 22 വചനം പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരാകുവിൻ എന്ന്. അപ്പോൾ വചനം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ വചനം കേട്ടതുകൊണ്ട് ഫലമുള്ളൂ. വെറുതെ വചനം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് ആത്മവഞ്ചനയായി മാറും. നാം വചനങ്ങൾ അനുസരിക്കുമ്പോൾ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, വിശുദ്ധി വരും. അതോടൊപ്പം തന്നെ പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള മോചനവും നമുക്ക് ലഭിക്കും. ഈ ലോകത്തോടുള്ള മൈത്രി അല്ലെങ്കിൽ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം നയിച്ചാൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളുമെല്ലാം നശ്വരങ്ങളാണ്, അവയെല്ലാം നശിക്കും. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. ആ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട്, ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാനാണ് നാം അനുദിനം പരിശ്രമിക്കേണ്ടത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.